IPL മാച്ച് നമ്പർ 60 ഇന്നലെ അവസാനിച്ചപ്പോൾ ഒരു കംപ്ലീറ്റ് വൺ സൈഡഡ് മത്സരമായിരുന്നു കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച ഗുജറാത്ത് ബോളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ സ്ലോ സ്റ്റാർട്ടായിരുന്നു ഡൽഹിക്ക് കിട്ടിയത്. ആദ്യ 5 ഓവറിൽ 28 മാത്രമായിരുന്നു ഡൽഹി നേടിയത്. എന്നാൽ പിന്നീട് രാഹുലിന്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു ഇന്നിംഗ്സിൽ കാണാൻ പറ്റിയത്. ഒരേറ്റം രാഹുൽ ഹോൾഡ് ചെയ്ത് കളിച്ചപ്പോൾ താരത്തിന് നല്ല സപ്പോർട്ട് വേറെ ആരും കൊടുക്കുന്നത് കാണാൻ പറ്റിയില്ല. ഡുപ്ലസി, അഭിഷേക് പോരൽ, അക്ഷർ പട്ടേൽ എന്നിവരെല്ലാം ചെറിയ ക്യാമിയോ ഇന്നിംഗ്സുകൾ കളിച്ച് ഔട്ടായി. ഇതോടെ ഡൽഹിയുടെ ടോട്ടൽ ഉത്തരവാദിത്തം രാഹുലിന്റെ തലയിലേക്ക് എത്തുകയാണ് ചെയ്തത്. ക്ലാസ് ഇന്നിംഗ്സ് ആയിരുന്നു രാഹുൽ കളിച്ചത്. 60 പന്തിൽ രാഹുൽ സെഞ്ചുറി നേടിയിട്ടും ഡൽഹിയിലെ റൺസ് വരുന്ന ഈ ട്രാക്കിൽ 199 എടുക്കാൻ മാത്രമേ ടീമിന് സാധിച്ചുള്ളൂ. 225 ആവറേജ് ടോട്ടലുള്ള ട്രാക്കിൽ 200 പാർ സ്കോർ തന്നെയായിരുന്നു. അവസാന ഓവറുകളിൽ കമന്റേറ്റേഴ്സും ഈ സെയിം കാര്യം തന്നെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. അസുതോഷിനെ പോലുള്ള ഹാർഡ് ഹിറ്റേഴ്സ് ടീമിലുള്ളപ്പോൾ ഇന്നലെ ഡെഫിനറ്റായും താരത്തെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് ഇറക്കി വിടാമായിരുന്നു എന്ന് തന്നെയായിരുന്നു മത്സരം കണ്ടപ്പോൾ തോന്നിയത്. രാഹുലിന്റെ 5ാം IPL സെഞ്ചുറി ആയിരുന്നു ഇത്. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സായ് സുദർശൻ എക്സ്ട്രാ അഗ്രസീവ് സ്റ്റാർട്ടായിരുന്നു GTക്ക് കൊടുത്തത്. ആദ്യ 3 ഓവറിൽ തന്നെ 43 അടിച്ചപ്പോൾ പവർ പ്ലേയിൽ 59 ആയിരുന്നു GT നേടിയത്. ഗിൽ വളരെ കെയർഫുള്ളായി ബാറ്റ് ചെയ്യാൻ നോക്കിയതാണ് ഒരു എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് GTക്ക് കൊടുക്കാതെ പോയത്. എന്നാൽ പവർ പ്ലേ കഴിഞ്ഞ് ഗിൽ സ്കോറിംഗ് റേറ്റ് ഉയർത്തിയതോടെ പിന്നീട് കാര്യമായി ഒന്നും തന്നെ ഡൽഹിക്ക് മത്സരത്തിൽ ചെയ്യാനില്ലായിരുന്നു. സുദർശൻ 56 പന്തിൽ സെഞ്ചുറി നേടിയപ്പോൾ ഗിൽ പുറത്താകാതെ 53 പന്തിൽ 93 നേടി. സുദർശന്റെ 2ാം IPL സെഞ്ചുറി ആയിരുന്നു ഇത്. ഡൽഹിയുടെ തന്നെ 3 മെയിൻ ബൗളേഴ്സായ നടരാജൻ, കുൽദീപ്, അക്ഷർ പട്ടേൽ തുടങ്ങി 3 പേരെയും തിരിഞ്ഞു പിടിച്ചായിരുന്നു ഗിൽ സുദർശൻ ജോഡി അറ്റാക്ക് ചെയ്തത്. അതോടെ തന്നെ ഡൽഹിയുടെ കയ്യിൽ ഈ പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ഉത്തരങ്ങളില്ലാതെയായി. ഗുജറാത്ത് ഇന്നലെ മത്സരം വിജയിച്ചതോടെ GT, RCB, പഞ്ചാബ് തുടങ്ങി 3 ടീമുകൾ പ്ലേ ഓഫിന് വേണ്ടി ഇന്നലെ ക്വാളിഫൈ ആയി. സോ ഇനി വരുന്ന ഡൽഹി മുംബൈ മത്സരം ഏകദേശം ഒരു നോക്കൌട്ടിന്റെ പ്രതീതിയിലാണ് നിൽക്കുന്നത്. LSCക്ക് പോസിബിളായ ചാൻസ് ഉയർന്നു വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡ് നോക്കിയാൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഡൽഹി 199 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 6 പന്തുകൾ ബാക്കി നിൽക്കിയ ഗുജറാത്ത് മത്സരം വിജയിക്കുകയാണ് ചെയ്തത്.